ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പലിയർ പൂവിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തിരികെ വീട്ടിലേക്ക് എത്തിയ ശ്രുതി ചന്ദ്രയെ കണ്ട് ചന്ദ്രയോട് മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അവളെ മൈൻഡ് പോലും ചെയ്യാതെ റൂമിലോട്ട് കയറി പോവുകയാണ്. പുറകെ റൂമിലേക്ക് ചെന്നത് താൻ ഇതെല്ലാം ചെയ്തത് ശ്രുതിക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ശ്രുതി ചന്ദ്രയുടെ മുമ്പിൽ മാപ്പ് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അവളോട് ക്ഷമിക്കാതെ അവളോട് വീണ്ടും ദേഷ്യപ്പെടുകയും അവളോട് ഈ റൂമിൽ തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് പറയുകയും ചെയ്യുകയാണ് ചന്ദ്രമതി. അതുപോലെ തന്നെ തന്നോട് ഇനിയും മിണ്ടാൻ വരരുതെന്നും ചന്ദ്രമതി പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് തന്നെ ശ്രുതിയുടെ റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതും വിളിക്കുന്നത് വേറെ ആരുമല്ല, മഹിമ തന്നെയാണ് കേട്ടോ. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ മഹിമ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതും. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനെങ്ങനെ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്? ഞാൻ ഓർത്തു മോളുടെ അച്ഛനായിരിക്കും മലേഷ്യയിൽ നിന്നും കാശ് അയച്ചു തന്നെന്ന്. ശ്രുതിയുടെ അച്ഛന്റെ കാശ് കൊണ്ട് ഷോറൂം തുടങ്ങിയിട്ട് മോളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ച കാശ് കൊണ്ട് തുടങ്ങിയെന്നൊക്കെയാണല്ലോ പറഞ്ഞത്. എങ്ങനെ ഇത്രയും വലിയൊരു കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നൊക്കെ ചോദിക്കാട്ടോ. ചന്ദ്രയാണെങ്കിൽ മലേഷ്യയിലെ മരുമോളാന്ന് പറഞ്ഞ് നിന്നെ തലേ കയറ്റി വെച്ചോണ്ട് നടക്കുകയായിരുന്നല്ലോ. ഞാനും ഓർത്തു മലേഷ്യയിൽ നിന്ന് എന്തോരം കാശ് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നെന്നൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. ആന്റിക്ക് പറയാനുള്ളതൊക്കെ ആന്റി പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പം മനസ്സിന് സമാധാനമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ. എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ മഹിമ തിരിച്ച് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റി ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന വിഷയമാ, ഇതിനെപ്പറ്റി ചോദിക്കാൻ ആന്റി ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ കണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആന്റിക്ക് സ്വന്തമായിട്ടൊരു മോളുണ്ടല്ലോ, അവളുടെ കാര്യങ്ങൾ മാത്രം തിരക്കിയാൽ മതി, എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ട, ഫോൺ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ കൺട്രോൾ മുഴുവൻ പോയിരിക്കാട്ടോ. ശ്രുതി ഇങ്ങനെ റൂമിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും വീണ്ടും ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരികട്ടോ. മഹിമയാണ് പിന്നെയും വിളിക്കുന്നതെന്ന് ഓർത്തോണ്ട് തന്നെ ശ്രുതി ഫോൺ എടുത്തിട്ട് അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അതെ, ഞാനൊരു ഫ്രോഡ് തന്നെയാ, ഇവിടുത്തെ അച്ഛന്റെ കാശ് കൊണ്ട് തന്നെ ഞാൻ ബിസിനസ് തുടങ്ങിയത്. അതിന് നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ കാശ് കൊണ്ടൊന്നും അല്ലല്ലോ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ മകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാട്ടോ. ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞത് മഹിമയാണ് പിന്നെയും വിളിക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. പക്ഷെ ഫോൺ വിളിച്ചത് ശ്രുതിയുടെ അമ്മ തന്നെയായിരുന്നു. മോളെ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? ഞാൻ നിന്റെ അമ്മയാടി എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അമ്മയായിരുന്നോ? ഞാൻ ഓർത്തു ആ വർഷയുടെ അമ്മയായിരിക്കും പിന്നെ വിളിച്ച് എന്നെ ശല്യം ചെയ്യുന്നതെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുക കേട്ടോ. എന്നിട്ട് മഹിമ വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രുതി അമ്മയോടും പറയുന്നുണ്ട്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് അപമാനിക്കുകയായിരുന്നു അമ്മേ, ഞാൻ അവരാണെന്ന് ഓർത്തിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ആ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ശരിയായില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മയല്ലേ പറഞ്ഞത് സോറി പറഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന്. സോറി പറയാൻ പോയിട്ട് ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും തരുന്നില്ല ആരും. ആന്റി ആണെങ്കിൽ എന്നെ അപമാനിച്ച് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, ഒരു ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ശരിയാകത്തില്ല മോളെ, എന്തൊക്കെയാണെങ്കിലും നീ ചെയ്തത് അത്രയും വലിയൊരു തെറ്റല്ലേ, അതുകൊണ്ട് മോള് താഴ്മയോടുകൂടി തന്നെ സംസാരിക്കണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മോൾ ഒരിക്കലും ആ വീട് ഉപേക്ഷിച്ച് ഇറങ്ങി വരരുത്, പിന്നെ മോക്ക് തിരിച്ചു കയറാൻ വലിയ പാടായിരിക്കും എന്നിങ്ങനെ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്ന അമ്മയെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് തന്നെ പറയാട്ടോ. മോളെ ശ്രുതി, അമ്മ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ എന്നാൽ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര ശ്രുതിയുടെ റൂമിന്റെ ഡോറിൽ വന്ന് മുട്ടുകയാണ്. ശ്രുതി വാതിൽ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് പൊട്ടിക്കൊണ്ടിരിക്കാട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിലാലോചിക്കാം, ആന്റിയല്ലേ ഇത്? ആന്റി എന്തിനാ ഇങ്ങനെ ഡോറിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നത്? ആന്റിക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എന്നാലും ഒരു പേടിയോട് കൂടി തന്നെ ശ്രുതി പോയി ഡോറ് തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കാട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി അഹങ്കാരം കൂടി വരികയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് കാര്യം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആന്റി എന്തൊക്കെ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതിന്റെ ഇടയിലോട്ട് വരികയാട്ടോ. ശ്രുതിയെ കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ? നീ ഷോറൂമിലോട്ടൊന്നും പോകുന്നില്ലേ എന്നിങ്ങനെ അപ്പോഴേക്കും ശ്രുതി ഉടനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ ഷോറൂമിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഷോറൂമിലോട്ട് പോകാനാ പറഞ്ഞത്, നീ മാത്രം ഷോറൂമിലോട്ട് പോയാൽ മതി എന്നും പറയുക കേട്ടോ. ശ്രുതി എന്നാൽ ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ താക്കോലും എടുത്തിട്ട് നേരെ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് മാത്രം കേട്ട് ശ്രുതി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ദേഷ്യപ്പെട്ട് ശ്രുതിയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ ഷോറൂമിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ശ്രുതി തിരിച്ച് റൂമിലേക്ക് പോകാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിക്കടി അവിടെ. ചന്ദ്ര അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ച് വരച്ചു പോയി. ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊന്നും അറിയത്തില്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയുടെ നേരെ തട്ടി കയറുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും ശ്രുതിക്ക് കാര്യമൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റി എന്താ ഇപ്പൊ അറിയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് നിനക്കിപ്പോ ഒരു ശീലമായല്ലോ, അതുകൊണ്ട് നിനക്കിപ്പോൾ നല്ലോണം അഭിനയിക്കാനും അറിയാം എന്നുള്ളത് എനിക്കറിയാം.
വർഷയുടെ അമ്മയുടെ അടുത്ത് നീ എന്തിനാടി മോശമായിട്ട് സംസാരിച്ചത്, മഹിമയോട് നീ എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിച്ചെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്ര ശ്രുതിയോട് ചൂടാവുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ആരോടും മര്യാദയില്ലാതെ സംസാരിച്ചിട്ടില്ല ആൻറ്റി, അവരെന്നെ വിളിച്ചിട്ട് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാ, ഇതിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബ വിഷയമോ? അപ്പൊ പിന്നെ അവരാരാ പറയടി, അവരാരാടി എന്നിങ്ങനെ ചോദിച്ച് വീണ്ടും ചൂടാവുകയാണ് കേട്ടോ. മഹിമയും ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്നും നീ ചെയ്ത കള്ളത്തരം മഹിമ വരെ അറിഞ്ഞു, അതുകൊണ്ടാണ് അവർ നിന്നെ ചോദ്യം ചെയ്തത്. നീ കുറ്റം ചെയ്തുകൊണ്ട് നിനക്ക് ഉത്തരം മുട്ടിപ്പോയി. നീ കുറ്റം ചെയ്തുകൊണ്ടാണ് അവർ ചോദിച്ച ചോദ്യത്തിനൊന്നും നിനക്ക് മറുപടി പറയാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് നീ മഹിമയോട് മോശമായിട്ട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയെ. പ്രായത്തിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നും ഇനി ഒരു പ്രാവശ്യം കൂടി മഹിമയോട് നീ ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഉറഞ്ഞു തുള്ളിയിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയുടെ ഈ വർത്താനമൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വന്ന് നിൽക്കുക കേട്ടോ. പിന്നെ ഒന്നും മിണ്ടാതെ ശ്രുതി ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ വർഷ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. വർഷയുടെ സംസാരം കേട്ടോണ്ട് തന്നെ ശ്രുതി തുള്ളി ചാടി അടുക്കളയിലോട്ട് പോയി കേട്ടോ. ചന്ദ്ര ശ്രുതിയോട് തട്ടിക്കയറിയതിന്റെ ദേഷ്യം മുഴുവൻ ശ്രുതി എന്നിട്ട് വർഷയോട് തീർക്കുകയാണ്. നീ എന്തിനാ വർഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വർഷയ്ക്ക് കാര്യം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്തു എന്നാ ശ്രുതി ചേച്ചി ഈ പറയുന്നത് എന്നിങ്ങനെ വർഷ തിരിച്ച് ചോദിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നീ എന്തിനാ നിന്റെ വീട്ടിൽ വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുക. വർഷ പറയുന്നുണ്ട്, നിങ്ങളുടെ മുറിയിൽ നടന്ന കാര്യമൊന്നും അല്ലല്ലോ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞത്. ഈ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ ഫാമിലിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോ എന്താ കുഴപ്പം എന്നൊക്കെ വർഷ തിരിച്ചും ചോദിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ വർഷ അവരെ വിളിച്ച് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, വർഷയുടെ അമ്മയും നമ്മുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയല്ലേ ശ്രുതി, അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യം മഹിമ ആന്റിയെ വിളിച്ച് പറഞ്ഞുകൊണ്ട് എന്താ ഇത്ര തെറ്റുള്ളതെന്നൊക്കെ ചോദിക്കാട്ടോ രേവതി. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒന്നും കൂടെ ദേഷ്യം കൂടുകയാണ്. രേവതി, ഞാൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ വന്നത്, നീ അവിടെ മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വർഷയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി. എന്തിനാ അങ്ങനെ വിളിച്ച് പറഞ്ഞത്? വർഷയുടെ അമ്മ എന്നെ വിളിച്ച് കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. എല്ലാ വിഷയങ്ങളും അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ ഒരുമാതിരി വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട മറുപടിയൊക്കെ കൊടുത്തു തന്നെ ഞാൻ കോള് കട്ട് ചെയ്തതും. കോള് കട്ട് ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ അവർ ആന്റിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ആന്റി ആണെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ വിഷയത്തിന്റെ പേരിൽ എന്നോട് ചൂടായി പോയതേ ഉള്ളൂ എന്നൊക്കെ തന്നെ ശ്രുതി പറയുകയാണ്. വർഷയുടെ അമ്മ ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്നോട് സംസാരിക്കുന്നത്. അവരെന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത്? അവരോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി എന്തിനാ അതിന് ഇത്ര ടെൻഷൻ ആവുന്നത്? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഈ കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടുത്തെ വിശേഷം ചോദിക്കുകയാണെങ്കിൽ വർഷയുടെ വിശേഷത്തെ പറ്റിയാണ് പറയേണ്ടത്. എൻ്റെ വിശേഷം പറയാൻ നിൽക്കേണ്ടെന്നൊക്കെ ശ്രുതി വീണ്ടും പറയുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കാര്യങ്ങളെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും വർഷ തിരിച്ച് നല്ല മറുപടി തന്നെയാണ് കേട്ടോ പറയുന്നതും. അല്ലെങ്കിൽ തന്നെ ശ്രുതി ചേച്ചി ആരെ വിളിച്ച് വിശേഷം പറയാനാ? ജയിലിൽ കിടക്കുന്ന അച്ഛനെ വിളിച്ചിട്ടാണോ ശ്രുതി ചേച്ചി വിശേഷം പറയാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരികയാണ്. നീ എന്താ വർഷേ എന്നെ കളിയാക്കിയാണോ എന്നിങ്ങനെ ശ്രുതി തിരിച്ച് ചോദിക്കുകയാണ്. പിന്നെ ഇത്രയും ചെറിയ കാര്യത്തിന് ശ്രുതി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടെന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത് നിനക്ക് ചെറിയൊരു വിഷയമായിരിക്കും, എന്നാൽ എനിക്ക് അങ്ങനെയല്ല. ഇവിടെ എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടതും ആന്റിയുടെ വായിലുള്ളത് മുഴുവൻ കേട്ടതും ഞാനല്ലേ. ആന്റി ഇപ്പൊ കൂടി എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ തന്നെ ശ്രുതി പറയുകയാണ്. ആന്റി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ശ്രുതി ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പൊ ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അല്ല ശ്രുതി ചേച്ചി എന്തിനാ എൻ്റെ അമ്മയോട് മര്യാദ ഇല്ലാതെ സംസാരിച്ചതെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ മര്യാദ ഇല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല, എൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടരുതെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നും പറയുകയാണ് ശ്രുതി. വർഷ പറയുന്നുണ്ട്, ആ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ, ആ ഒരു ടോൺ ഉണ്ടല്ലോ, അത് ശ്രദ്ധിക്കണമായിരുന്നു ശ്രുതി ചേച്ചി. അത് മാറിപ്പോയാലും പറയുന്നതിന് അർത്ഥം മാറിപ്പോയതുപോലെ ആവുമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും അല്ലല്ലോ ശ്രുതി ചേച്ചിയോട് ചോദിച്ചത്, ശ്രുതി ചേച്ചി കാണിച്ച ഒരു കള്ളത്തരത്തെ പറ്റിയല്ലേ അമ്മ ചോദിച്ചോളൂ എന്നൊക്കെ വർഷ ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് പിന്നെയും ദേഷ്യം വരിക കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ശ്രുതിയും വർഷയും തമ്മിൽ നല്ല വഴക്കാവുന്നുണ്ട്. രേവതിയാണെങ്കിൽ അവർക്കിടയിൽ ഇടപെട്ട് വർഷയോട് ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച വർഷയെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അവിടുന്ന് വർഷേനെയും കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ നോക്കുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി എന്തിനാ എന്നെ മാറ്റി നിർത്താൻ നോക്കുന്നത്? ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ ശ്രുതി ചേച്ചി വന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നും അല്ല വർഷേ, അമ്മ ശ്രുതിയെ വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിലാ ശ്രുതി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്. വർഷ പറയുന്നുണ്ട്, ഓ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, അതൊക്കെ കള്ളത്തരം കാണിക്കുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു എന്ന് പറയുകയാണ് വർഷ. ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോൾ പിന്നെയും ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, അതെ എല്ലാം എന്റെ തെറ്റാ, എല്ലാം ചെയ്തത് ഞാനാണല്ലോ എന്നും പറഞ്ഞ് കണ്ടവരൊന്നും എന്റെ പേഴ്സണൽ വിഷയത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല, ആരും അതിൽ ഇടപെടാൻ വരികയും വേണ്ടെന്നൊക്കെ ശ്രുതി പറയുമ്പോഴേക്കും വർഷയും പിന്നെ ഒട്ടും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. ഇപ്പൊ ശ്രുതി ചേച്ചി കണ്ടവരെന്ന് പറഞ്ഞത് എന്റെ അമ്മേനെയല്ലേ,
ശ്രുതി ചേച്ചി എൻ്റെ അടുത്ത് കാണിക്കുന്ന ഈ ദേഷ്യം എൻ്റെ അടുത്തുള്ളതാണോ അതോ ആൻറ്റിയോടുള്ള ദേഷ്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വർഷേനെ നോക്കുകയാണ്. ആൻറ്റി എല്ലാവരുടെയും മുമ്പിലിട്ട് ശ്രുതി ചേച്ചി തല്ലിയില്ലേ, വലിയൊരു കള്ളം പറഞ്ഞതുകൊണ്ട്. ആ ഒരു ഇൻസൾട്ടിങ്ങിന്റെ ദേഷ്യമാണ് ശ്രുതി ചേച്ചി ഇപ്പം ഞങ്ങളോട് കാണിക്കുന്നതൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ വർഷ. ശ്രുതി ദേഷ്യം കൊണ്ട് പിന്നെ ഓരോന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അതും ഇതും പറഞ്ഞ് പിന്നെ വഴക്കാവുമ്പോഴേക്കും രേവതി രണ്ടുപേരുടെ ഇടയിൽ നിന്ന് ഈ പ്രശ്നം തീർക്കാനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട്, ഒന്ന് അടങ്ങ് വർഷേ, വെറുതെ പ്രശ്നം ഇങ്ങനെ വഷളാക്കല്ലേ. ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി എല്ലാ പെണ്ണുങ്ങളും അമ്മമാരെ വിളിക്കുമ്പോഴേക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, അപ്പൊ അവിടെ നടക്കുന്ന സംഭവങ്ങളും പറയാറുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും തന്നെ ശ്രുതി രേവതിയോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ രേവതി ഈ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞോ? ഇനി അവരെന്നെ എപ്പോഴാണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ ശ്രുതി. ഇനി അവരെപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ എന്നെ വിളിക്കുന്നതെന്നൊക്കെ തന്നെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രുതി എന്തായാലും ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് ആരും ശ്രുതിയെ വിളിക്കാനൊന്നും പോകുന്നില്ല. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ അമ്മയുടെ ദേഷ്യം എങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളത് ഇപ്പൊ ശ്രുതി ആലോചിക്കുന്ന പറയുകയാണ് രേവതി. രേവതി അങ്ങനെ പറഞ്ഞതും ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളും എൻ്റെ വിഷയത്തിൽ ഇടപെടാൻ വരരുത്. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വർഷയ്ക്ക് എപ്പോഴും ശ്രുതിയോടുള്ള ദേഷ്യം പോയിട്ടില്ല. വർഷ എപ്പോഴും ശ്രുതിയുടെ പിന്നാലെ ചെന്ന് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും രേവതി വർഷനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, വർഷ നീ അവിടെ നിൽക്കുക, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അമ്മ അങ്ങനൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് അവൾ ഓരോന്നൊക്കെ പറയുന്നത്. പിന്നീട് ശ്രുതി അമ്മയെ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവർ രണ്ടുപേരും ഒന്നാകും. നമ്മളപ്പോഴും പുറത്താകും. അതുകൊണ്ട് നമ്മളൊന്നിനും ഇടപെടാൻ നിൽക്കേണ്ട, അതാ നല്ലതെന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കള്ളം പറഞ്ഞത് മുഴുവൻ അവള്, കുറ്റം ചെയ്തതും അവര്. എന്നിട്ട് നമ്മൾ എന്തോ കുറ്റം ചെയ്ത പോലെ ആ ശ്രുതി ചേച്ചി വന്ന് സംസാരിക്കുന്നത്. അടി കൊണ്ടതല്ലേ, പാവമല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നത്. ഇനി ഇതുപോലെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷ ആരെന്നുള്ളത് ശ്രുതി ചേച്ചി അറിയുന്നൊക്കെ പറയുകയാണ് വർഷ. ആ സമയത്ത് രേവതി പോട്ടെ മോളെ, അവളുടെ ദേഷ്യം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രി ഒരുപാട് നേരമായിട്ടും ശ്രുതി ഷോറൂമിൽ നിന്ന് ഇതുവരെയും വീട്ടിലേക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഓർത്ത് ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ കോൾ കണ്ടിട്ടും ശ്രുതി ഫോൺ എടുക്കാതിരിക്കുകയാണ്. ശ്രുതി കുറേ തവണ വിളിച്ചല്ലോ, കോൾ എടുക്കണമെന്നും കോൾ എടുക്കണ്ടെന്നും ഉണ്ട് കേട്ടോ ശ്രുതിയുടെ മനസ്സിൽ. എന്നിട്ട് ശ്രുതി നേരെ ചന്ദ്രയെ വിളിക്കുകയാണ് കേട്ടോ. അമ്മയോട് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുവാണെങ്കിൽ ശ്രുതിയെ തിരിച്ചു വിളിക്കാനാണ് ശ്രുതി തീരുമാനിക്കുന്നത്. ചന്ദ്രയെ വിളിച്ചിട്ട് ശ്രുതി വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ശ്രുതി പറയുകയാണ്. കോൾ എടുക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ വിളിച്ചെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ചന്ദ്രയുടെ മോൻ ഭാര്യ വിളിക്കുമ്പം ഭാര്യയുടെ കോൾ എടുക്കണോ വേണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെ വിളിച്ച് അനുവാദം ചോദിക്കല്ലേ. അപ്പൊ ആ ഒരു സന്തോഷമാണ് കേട്ടോ ചന്ദ്രയ്ക്ക്. ചന്ദ്ര പറയുന്നുണ്ട്, അവള് വിളിക്കുമ്പോൾ നീ എന്തായാലും കോൾ എടുത്തിട്ട് നീ പറ ഇന്ന് നീ വരുന്നില്ല, അവിടെ തന്നെയാ നിൽക്കുന്നതെന്നൊക്കെ പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇന്നെന്തിനാമ ഞാനിവിടെ നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാം. ഇന്നെന്തോ ലോഡൊക്കെ വരുമെന്ന് പറഞ്ഞല്ലേ നീ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നീ ഇന്ന് ഷോറൂമിൽ തന്നെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ അതിനിവിടെ വേറെ ആൾക്കാരുണ്ട്, ലോഡ് വന്നാൽ അവർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട്, മറ്റൊരാളെ വിശ്വസിച്ച് ചതിക്കപ്പെടുന്നത് നിനക്ക് ആദ്യമായിട്ടല്ലല്ലോ, ഇനിയും ചതിക്കപ്പെടണോ? അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം നോക്കാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ശ്രുതി ആ ശരി അമ്മേ, പക്ഷെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ നോക്കുന്ന പറയുകയാണ് ചന്ദ്രമതി. ഇനി ശ്രുതി വിളിക്കുമ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്രുതി വീണ്ടും ശ്രുതിയെ വിളിക്കുമ്പോഴേക്കും ശ്രുതി ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. താൻ ഇന്ന് വീട്ടിലേക്ക് വരില്ലാന്നും ലോഡ് വരുമ്പം ആ ലോഡിന്റെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ നോക്കാനുണ്ടെന്നും ഒക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതിനവിടെ വേറെ സ്റ്റാഫുകളും ഉണ്ടല്ലോ ശ്രുതി, ഇത്രയും നാളും ലോഡ് വരുമ്പോഴത്തെ കാര്യങ്ങളും കണക്കുകളും എല്ലാം അവരല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, ശ്രുതിക്ക് വന്നാൽ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇത്രയും നാളും അവരല്ലേ നോക്കിക്കൊണ്ടിരുന്നേ, ഇനിയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്താ എന്നെ കൂടെ നോക്കാൻ കഴിയില്ലെന്നാണോ ശ്രുതി വിചാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയല്ല ശ്രുതി ഞാൻ പറഞ്ഞത്, ഇപ്പം ഇത്രയും ലേറ്റ് ആയില്ലേ, അതുകൊണ്ട് ശ്രുതി വീട്ടിലേക്ക് വാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ കണക്കുകളൊക്കെ നോക്കി കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ നിൽക്കുമെന്നൊക്കെ പറയുകയാണ് ശ്രുതി. അതും പറഞ്ഞ് ശ്രുതി കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രേവതി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശ്രുതിക്കും കൂടി ചേർത്ത് ഫുഡ് ഉണ്ടാക്കുമല്ലോ. രേവതിയോട് ശ്രുതിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട എന്ന് പറയാനായിട്ട് തന്നെ ശ്രുതി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഇന്ന് വീട്ടിലേക്ക് വരില്ലെന്നും ഷോറൂമിൽ തന്നെ ഇന്ന് അവൻ കിടക്കുന്നത്, അതുകൊണ്ട് അവനുള്ള ഫുഡ് ഇന്ന് ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ കേൾക്കുകയാണ്. അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോകുമ്പോഴേക്കും ശ്രുതിക്ക് ആ സത്യം മനസ്സിലാവുകയാണ് കേട്ടോ. ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശ്രുതി എന്നെ വിളിക്കുന്നതിന് മുമ്പേ തന്നെ ആന്റിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ ആന്റി പറഞ്ഞിട്ടായിരിക്കണം ശ്രുതി ഇന്ന് വീട്ടിലോട്ട് വരാത്തത്, ഇപ്പോഴും ആന്റി പറയുന്ന വാക്കുകൾ മാത്രമാണല്ലോ ശ്രുതി കേൾക്കുന്നത് എന്നൊക്കെ ഓർത്ത് ശ്രുതി ഇന്ന് വീട്ടിലേക്ക് വരണ്ടെന്നും ഷോറൂമിൽ തന്നെ കിടന്നാൽ മതി എന്നൊക്കെ ആന്റി പറഞ്ഞ് കേട്ടിട്ടാണ് ശ്രുതിയോടും ശ്രുതി അങ്ങനെ പറഞ്ഞെന്നൊക്കെ ഓർത്തിട്ട് തന്നെ ശ്രുതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്.